പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഇത് കണ്ടോ, ഇത് വണ്ടിയുടെ ഒരു കേബിളാണ്. വണ്ടികളിൽ നമുക്ക് ടു വീലർ ആയാലും ഫോർ വീലറൊക്കെ ആയാലും ഒരുപാട് കണക്ടേഴ്സ് വരും. ഇതിപ്പം ഹെഡ് ലാമ്പിന് പോകുന്ന കണക്ടറാണ്. ഇതിന് ഹെഡ് ലാമ്പുണ്ട്, അതേപോലെ തന്നെ സിഗ്നൽ ഇൻഡിക്കേറ്ററുണ്ട്, പാർക്ക് ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ വയറുകളാണ് ഇതിനകത്തോട്ട് വരുന്നത്. അപ്പോഴിത് കണ്ടോ, കുറച്ച് കഴിയുമ്പോഴേക്കും ഇമാതിരിയുള്ള മെയിൽ ഫീമെയിൽ കണക്ടേഴ്സ് എല്ലാം വെള്ളം കയറിയതും, അതേപോലെ തന്നെ ഇതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ കൊറോഷനാകുന്നത് കൊണ്ടും ഈ രീതിയിൽ ലൂസ് കോണ്ടാക്റ്റ് വരും. അപ്പോൾ പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്ററോ ഹെഡ് ലാമ്പോ, മിക്കവാറും ഹെഡ് ലാമ്പിനാണ് പ്രശ്നം വരുന്നത്. ലോഡ് എടുക്കില്ല. ലോഡ് ഈ കണക്ടേഴ്സിൽ നല്ല ലോഡ് വരുമ്പോഴേക്കും സ്പാർക്കായി അവിടെ ഹീറ്റായി പിന്നീട് കോണ്ടാക്ട്സ് നല്ല രീതിയിൽ വർക്കാകാതെ വരും. അപ്പം 3 വയർ ഇവിടെ ഇവർ സ്ലീവ് എടുത്തതിന് ശേഷം, ഇൻസുലേഷൻ എടുത്തതിന് ശേഷം ഇവിടുന്ന്, ഇത് ഫീമെയിലാണ്, മെയിലിന് വയറുണ്ട്, അതിനകത്തോട്ട് ജമ്പ് ചെയ്ത് കൊടുക്കും. ചില ആൾക്കാർ ഇത് കട്ട് ചെയ്തിട്ട് 2 കണക്ടേഴ്സും കട്ട് ചെയ്തിട്ട് വയർ തമ്മിൽ പിരിച്ചു വെക്കും. എന്നിട്ട് അവിടെ ഇൻസുലേഷനൊക്കെ ഇട്ട് വെക്കും. അതായാലും വലിയ അപകടമാണ്. ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് ചിലപ്പോൾ വണ്ടി ഫ്യൂസൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് എങ്ങനെ ഇത് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. ഇത് നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ലപോലെ ക്ലീനായി കിട്ടത്തില്ല. കോപ്പർ അല്ലെങ്കിൽ ബ്രാസിൻ്റെ കണക്ടേഴ്സാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. മിക്കവാറും കോപ്പറാണ്. ഇത് കണ്ടോ, രണ്ടും പോയി കിടക്കണം. രണ്ടും ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് സോൾഡറൊന്നും അല്ല, ജസ്റ്റ് പിരിച്ചു വെച്ചേക്കുമായിരുന്നു. അതും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ ഭാഗങ്ങളിൽ ലൂസ് കോണ്ടാക്റ്റ് വരും. അപ്പോഴിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു ബോട്ടിൽ, നിങ്ങളുടെ ഏത് കണക്ടറാണോ അത് ഇറങ്ങത്തക്ക രീതിയിലുള്ള ബോട്ടിൽ എടുക്കുക. ഇതിപ്പം 2 ഇതിനകത്ത് ഇറക്കി വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾക്ക് ഇതിനകത്തൊരു കെമിക്കൽ ഒഴിക്കണം. ഇങ്ങനെ ഇറക്കി വെക്കത്തക്ക രീതിയിൽ. എന്നിട്ട് ഈ കണക്ടർ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾക്ക് നമ്മുടെ ആസിഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് അസറ്റിക് ആസിഡാണ്, ഡൈല്യൂട്ട് ചെയ്തത്. ഇത് നമ്മൾക്ക് കണക്ടേഴ്സ് എവിടെയും വരെ ഉണ്ടോ അത് ഈ ലെവലിൽ ഒഴിച്ചു കൊടുക്കാം. ഡൈല്യൂട്ട് ചെയ്തത് വേണം, അസറ്റിക് ആസിഡ്. കണക്ടർ മുങ്ങത്തൊക്കെ രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അസറ്റിക് ആസിഡ് പിന്നെ തപ്പി എവിടെയും പോകുന്നു വേണ്ട. ഇത് വിനേഗറാണ്, അല്ലെങ്കിൽ വിനേഗിരിയാണ്, അല്ലെങ്കിൽ സിർക്ക, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനമാണ്. സിന്തറ്റിക് വേണം. ആപ്പിൾ സിഡേഗറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കരുത്. ഇതിന് എത്രയാണ്, 30 രൂപ 40 രൂപ, ചെറിയ പൈസയേ ഉള്ളൂ. 40 എന്ന് എഴുതിയിരുന്നേ, 30 രൂപയ്ക്ക് കിട്ടും. ഇത് കണക്ടർ എവിടം വരെ ഉണ്ടോ കണക്ടർ അത് മൊത്തത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമ്മൾക്ക് 24 മണിക്കൂർ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എടുക്കുക. അത്രയും ടൈം ഇതിനകത്തിങ്ങനെ മുക്കി വയ്ക്കണം. ഒരു ദിവസം കഴിഞ്ഞു നമ്മളിത് വിനേഗറിൽ മുക്കി വെച്ചിട്ട് നമുക്കിനി ഒന്ന് എടുത്തു നോക്കാം. ഉൾവശത്തെ ക്ലാവെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി നല്ല പച്ചവെള്ളത്തിൽ കഴുകാം. നമുക്ക് നല്ലതുപോലെ സോപ്പിട്ട് അങ്ങ് കഴുകി. ഇത് കണ്ടോ, ഇപ്പോഴേ തന്നെ അത് കണ്ടോ നല്ല ഷൈനിങ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് അതിൽ പിടിച്ചിരിക്കുന്ന മൊത്തം അഴുക്ക് ഇളകി പോയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കളർ നിങ്ങൾ നോക്കണ്ട, അതിങ്ങനെ തുരുമ്പൊക്കെ തങ്ങിയിരുന്നിട്ട് അതിൻ്റെ കളറ് മാറിപ്പോയതാണ്. അതിൻ്റെ ഉൾവശത്തെ മെറ്റൽ കണ്ടോ, കോണ്ടാക്ട്സ് കണ്ടോ, നല്ല ക്ലാവൊക്കെ പോയി നല്ലതായി വന്നിട്ടുണ്ട്. പേപ്പറൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ചില പേപ്പറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഡാമേജ് ആവും, അതിൻ്റെ തിക്നെസ് കുറയും, പിന്നെ ശരിക്കും കോണ്ടാക്റ്റ് കിട്ടാതായിട്ട് വരും. ഈ തരത്തിലാകുമ്പം മൊത്തത്തിൽ അതിനകത്ത് ക്ലാവിൻ്റെ കൊറോഷനായതിൻ്റെ അംശങ്ങൾ മൊത്തം റിമൂവ് ആകും.
നമ്മളല്ലാതെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ കുറച്ച് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ പിന്നീട് അത് പിന്നെ അതങ്ങനെ ആയിക്കൊണ്ടേ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാലും പിന്നെ അത് ക്ലാവ് വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും പരിപാടിയേ ഉള്ളൂ. അസറ്റിക് ആസിഡ്, അതായത് വിനേഗർ എടുത്തിട്ട് ഈ സംഭവം അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക 24 മണിക്കൂർ. ഈ കണക്ടർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മറ്റുള്ള നട്ടോ ബോൾട്ടോ സ്ക്രൂവോ അതൊക്കെ ഇട്ട് നോക്കുക. കുറച്ച് അധികം തുരുമ്പുള്ളതാണെങ്കിൽ നമ്മുടെ വിനേഗർ രാവിലെ നോക്കുമ്പോൾ മൊത്തത്തിൽ കളർ മാറിയിട്ടുണ്ടാവും. ഇതിപ്പം ചെറിയ കോണ്ടാക്ട്സ് മാത്രമല്ലേ ഉള്ളൂ. ഇതുണ്ട്, നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ എഡ്ജ് വരെ കാണാൻ പറ്റുമല്ലോ. ഞാൻ പേപ്പർ ഇട്ടൊന്നും ക്ലീൻ ചെയ്തില്ല, ജസ്റ്റ് സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്തതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കണക്ടേഴ്സ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്.